ഇന്ന് നമ്മൾ ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള കുഴലപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുഴലൊന്നുമില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-30 അല്ലി ചെറിയ ഉള്ളി വേണം കേട്ടോ. ഇനി ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി, ഒരു കപ്പോളം തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം, ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണെങ്കിലും പച്ചരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 കപ്പോളം എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കറുത്ത എള്ള് എടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ അതൊന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, കറുത്ത എള്ളൊക്കെ ഇട്ടതല്ലേ അതുകൊണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ഇത് കഴിക്കാനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഇത് തേങ്ങാക്കൂട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ടാണോ ഒഴിച്ചു കൊടുക്കാറ്. ഞാനിവിടെ എളുപ്പത്തിനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളം, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അതൊരു 1.5 കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇപ്പോൾ 2 കപ്പ് പൊടിക്ക് 1.5 കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളമായിരിക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിന് തന്നെയാണ് ഇത് വേണ്ടത് കേട്ടോ. തേങ്ങാക്കൂട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് വെള്ളം ഒന്ന് കുറച്ചെടുത്തത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പൂണ് വെച്ചോ തൈ വെച്ചോ ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചൂടാറാൻ വെക്കണം. നമ്മൾക്ക് കൈ പൊള്ളാത്ത രീതിയിൽ ഒന്ന് ചൂടാറുന്ന വരെ ഇതിന് ഇതുപോലെ വെക്കണം കേട്ടോ. ഒരുപാട് തണുത്ത് പോവുകയും ചെയ്യരുത്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എങ്ങനെയാണോ കുഴയ്ക്കുക, പത്തിരിക്ക് കുറച്ച് ചൂടിലാണ് കുഴച്ചെടുക്കുക. ഞാൻ പക്ഷേ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഇത് കുഴച്ചെടുത്തത് കേട്ടോ. ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ഇതിനെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരാത്ത രീതിയിൽ നമ്മളിതിനെ ഈ ഒരു രീതിയിൽ കുഴച്ച് പരുവത്തിലെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ച് നല്ല പാകമാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ലൂസായിരുന്നാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. ഇനി കയ്യിൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറേശ്ശെയായിട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഉരുട്ടി ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം നമുക്ക് കുഴലൊന്നും ഇല്ലാതെ നമ്മൾ ഈസി ആയിട്ടാണ് സാധാരണ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് പത്തിരി പ്രസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ തടവുന്നതിന് പകരം ഞാനിവിടെ ഇതുപോലൊരു കവർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പാകത്തിന് മുറിച്ച് നല്ലോണം വൃത്തിയാക്കി എടുത്തതിന് ശേഷം തുടച്ചെടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മേളിലും താഴെയും കൂടെ പറ്റി പിടിക്കാത്ത രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് 2 ലെയറായിട്ട്. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന അതേ കണക്ക് തന്നെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ ഒരു വലിപ്പത്തിൽ കിട്ടും. നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ഷേപ്പിലാണ് ഈ പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടുക. ഇനി ഇതിനെ നമ്മൾ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെയോ മരത്തിൻ്റെയോ ഒക്കെ വലിയ കുഴലിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇത് പക്ഷേ നമ്മൾക്ക് ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിക്കും കുഴൽ പോലെ തന്നെയാണ് ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയും എളുപ്പമാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുക്കി വെക്കാനൊന്നും പറ്റില്ല. ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് നമ്മൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിയും കൂടെ ഞാനിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ തന്നെ കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ചൂടായി കഴിഞ്ഞാൽ ഇതൊരു ലോ ഫ്ലെയിമിലാക്കി, മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പരത്തി ചുരുട്ടിയെടുത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊന്നിങ്ങനെ മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മളിങ്ങനെ കറക്റ്റ് ഷേപ്പിലൊക്കെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഷേപ്പ് ഇതിന് കിട്ടില്ല. അത് ഈ കുഴലിൽ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ആ കുഴലോട് കൂടി എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഷേപ്പ് കിട്ടുന്നത്. അത് നല്ലോണം ആയിക്കഴിഞ്ഞാൽ അതിങ്ങോട്ട് ഊരിയെടുക്കുകയുള്ളൂ.
അതുപോലെയല്ല വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുന്നവരെ, ചെറുതായിട്ട് കളറ് മാറി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഓരോ സൈഡ് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഓരോ ഭാഗം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കളറൊന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു കളറിലാവുന്നത് വരെ വറുത്ത് കോരണം കേട്ടോ. അപ്പോൾ നമുക്കും ഇതുപോലെ കുഴലപ്പം വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പത്തിരി പ്രസ്സിൽ വെച്ച് പരത്തി പിന്നെ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ചുരുട്ടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. നല്ല ഷേപ്പിലൊക്കെ തന്നെയാണ് നമ്മൾ ഇടുക എന്നുണ്ടെങ്കിലും അതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരുമ്പോൾ കുറച്ച് ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള കുഴലപ്പം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവും. അത്ര വലിയ പണിയൊന്നുമില്ല അത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. കുറച്ച് സമയം മാത്രമേ വേണ്ടുള്ളൂ. ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇതിങ്ങനെ വെന്ത് വരുന്ന ഒരു മണമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു നല്ല രുചിയാണ് ഈ കുഴലപ്പത്തിന്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ